സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പുലിഭീതിയിൽ പെരിയയിലെ മധുരക്കാട് പ്രദേശം. ജനവാസ മേഖലയിൽ പുലിയിറങ്ങുന്നത് പതിവാകുന്നതോടെ കടുത്ത ആശങ്കയിലാണ് നാട്ടുകാർ. നിരീക്ഷണ ക്യാമറകളും കൂടുകളും സ്ഥാപിച്ച് പുലിയെ പിടികൂടണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. കാസർഗോഡ് തലപ്പാടിയിൽ കർണാടക RTC ബസ് അപകടം. ഡ്രൈവറുടെ അശ്രദ്ധയും അമിത വേഗതയുമെന്ന് പ്രാഥമിക റിപ്പോർട്ട്. പരിക്കേറ്റവർക്ക് ചികിത്സാ സഹായം നൽകും. ഡ്രൈവർക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ച കർണാടക RTC. കാസർഗോഡ് തലപ്പാടിയിൽ ബസ് അപകടത്തിൽ 6 പേർ മരണപ്പെട്ട സംഭവത്തിൽ ബസ്സുകൾ തടഞ്ഞ നാട്ടുകാരുടെ പ്രതിഷേധം. അപകടത്തിന് കാരണം ഡ്രൈവറുടെ അശ്രദ്ധയും ടയർ തേഞ്ഞുപോയതാണെന്നുമുള്ള ആരോപണമുയർന്ന സാഹചര്യത്തിലായിരുന്നു നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച NREG വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ പാണത്തൂർ പോസ്റ്റ് ഓഫീസിലേക്ക് തൊഴിലുറപ്പ് തൊഴിലാളി മാർച്ചും ധർണയും നടത്തി. CPIM കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അംഗം CJ സജിത് ഉദ്ഘാടനം ചെയ്തു. കാർഷിക മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന പ്രവൃത്തികൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയ കേന്ദ്ര സർക്കാർ നിർദ്ദേശം പിൻവലിക്കണമെന്നാവശ്യം. NREG വർക്കേഴ്സ് യൂണിയൻ അജാനൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെള്ളിക്കോത്ത് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ജലസേചന വകുപ്പിന്റെ കീഴിൽ വരുന്ന വിവിധ കേന്ദ്രങ്ങളിൽ സേവനമനുഷ്ഠിക്കുന്നവരും മുൻകാലങ്ങളിൽ ജില്ലയിൽ ജോലി ചെയ്ത സ്ഥലം മാറിപ്പോയവരുടെയും വിരമിച്ച ജീവനക്കാരുടെയും മഹാസംഗമം കാഞ്ഞങ്ങാട്ട് നടന്നു. മൈനർ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ലാലി ജോർജ് ഉദ്ഘാടനം ചെയ്തു. ഓണാഘോഷം നടത്തി കാഞ്ഞങ്ങാട് നഗരസഭ. കലാകായിക മത്സരങ്ങൾ ശ്രദ്ധേയമായി. വാർത്തകൾ വിശദമായി. പുലിഭീതിയിൽ പെരിയയിലെ മധുരക്കാട് പ്രദേശം. ജനവാസ മേഖലയിൽ പുലിയിറങ്ങുന്നത് പതിവാകുന്നതോടെ കടുത്ത ആശങ്കയിലാണ് നാട്ടുകാർ. നിരീക്ഷണ ക്യാമറകളും കൂടുകളും സ്ഥാപിച്ച് പുലിയെ പിടികൂടണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. പെരിയയിലെ കേന്ദ്ര സർവകലാശാല ക്യാമ്പസിലാണ് പുലിയെ കണ്ടതായി വിദ്യാർത്ഥികളും ജീവനക്കാരും അധികൃതരെ അറിയിച്ചത്. തുടർന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി തിരച്ചിൽ നടത്തി. 2 ദിവസങ്ങളിലായി നടത്തിയ പരിശോധനയിൽ പുലി സാന്നിധ്യം ഉറപ്പിക്കാനായില്ല. പ്രദേശത്ത് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മധുരക്കാട് പൂപ്പറിക്കാൻ പോയ അമ്മയും കുഞ്ഞും പുലിയെ കണ്ടിരുന്നു. ഏകദേശം ഒരു 4 മണിയാകുമ്പോൾ വൈകുന്നേരം 4 മണിയാകുമ്പോൾ ഒരു വീട്ടിലെ ഒരു സ്ത്രീയാണ് കുട്ടീനെയും കൂട്ടി പൂ പറിക്കാൻ ഇപ്പോൾ കൂടുന്ന സമയമല്ല അവർ പോയത്. ആ പോയിരുന്ന വഴി പുറത്ത് വരുമ്പോൾ അവർ വരുമ്പോൾ തന്നെ സംഗതി കണ്ടു എന്നാണ് അവർ പറയുന്നു. ഒരു പശുവിൻ്റെ അടുത്തുണ്ടായി, അത് മഞ്ഞ നിറത്തിലുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കണ്ടില്ല, അവർ കണ്ടു എന്ന് പറയുന്നത്. ഊഹാഭവങ്ങളുടെ അപ്പോൾ അവർ പറഞ്ഞ അടിസ്ഥാനത്തിൽ തന്നെ അപ്പോൾ അവർ പറയുന്നത് അത് ഇങ്ങോട്ട് തുള്ളി പോകുന്നുണ്ടായിരുന്നു ആൾക്കാർ കാണുമ്പോൾ എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ പോലീസിൽ വിവരം അറിയിക്കുകയും അതുപോലെ തന്നെ അവർ അജിത്ത് വന്നു എന്നാണ്, കുറച്ച് പോലീസുകാർ വന്നു. അതിനുശേഷം അവർ ഇൻഫോം ചെയ്തെന്ന് തോന്നുന്നു ഫോറസ്റ്റുകാരാണ്. അങ്ങനെ ഫോറസ്റ്റുകാരും വൈകുന്നേരം 7-7:30 അവർ വന്നു. പിന്നെ അവർക്ക് കുറച്ച് നോക്കി പോലീസ് ഉദ്യോഗസ്ഥന്മാരും കുറച്ച് തെരച്ചിൽ നടത്തി വന്നേരം പറഞ്ഞു നാളെ വരുന്നതെന്ന് പറയുന്ന കേട്ടത്. ഒരാഴ്ച മുൻപ് ക്യാമ്പസിന് സമീപം പുലിയെ കണ്ടതായി നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് രാത്രി 8 മണി മുതൽ പുലർച്ചെ 7 മണി വരെയുള്ള പ്രവർത്തനങ്ങൾക്കും വിലക്കേർപ്പെടുത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് ക്യാമ്പസിൽ പുലിഭീതി വീണ്ടും ഉടലെടുത്തത്. സർവകലാശാലയ്ക്ക് സമീപം പുല്ലാഞ്ചിക്കുഴിയിൽ 2 ആഴ്ച മുമ്പ് കെട്ടിയിട്ട നായയെ പാതി ഭക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. ജനവാസ മേഖലയിലെത്തുന്ന പുലികളെ പിടികൂടാനാവാത്തതിൽ ആശങ്കയിലാണ് നാട്ടുകാർ. കൂടുതൽ നിരീക്ഷണ ക്യാമറകളും കൂടും സ്ഥാപിച്ച് പുലിഭീതി അകറ്റണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. സംഭവത്തെ തുടർന്ന് സർവകലാശാല ഹോസ്റ്റലുകളിൽ താമസിക്കുന്നവർക്ക് സമീപ പ്രദേശത്തുള്ളവർക്കും ജാഗ്രതാ നിർദ്ദേശം നൽകി. ന്യൂസ് ബ്യൂറോ, പെരിയ. കാസർഗോഡ് തലപ്പാടിയിൽ കർണാടക RTC ബസ് അപകടം. ഡ്രൈവറുടെ അശ്രദ്ധയും അമിത വേഗതയുമെന്ന പ്രാഥമിക റിപ്പോർട്ട്. പരിക്കേറ്റവർക്ക് ചികിത്സാ സഹായം നൽകും. ഡ്രൈവർക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ച കർണാടക RTC. വ്യാഴാഴ്ച തലപ്പാടിയിൽ കർണാടക RTC ബസ് ഓട്ടോറിക്ഷയിലും കാൽനടയാത്രക്കാരിലേക്കും ഇടിച്ചു കയറിയുണ്ടായ അപകടത്തിൽ 6 പേർക്കാണ് ജീവൻ നഷ്ടമായത്. 2 പേർ അതീവ ഗുരുതരാവസ്ഥയിൽ മംഗലാപുരത്ത് ചികിത്സയിലാണ്. അപകടത്തിന് കാരണം ഡ്രൈവറുടെ അശ്രദ്ധയും അമിത വേഗതയുമാണെന്നാണ് കർണാടക റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ പ്രാഥമിക കണ്ടെത്തൽ. വാഹനം ഓടിച്ച നിജലിംഗപ്പ ചലവാടി
14 വർഷമായി കോർപ്പറേഷനിൽ ജോലി ചെയ്യുന്ന ആളാണ്. മാത്രമല്ല ഇയാൾക്ക് 3 വർഷമായി മംഗലാപുരം കാസർഗോഡ് റൂട്ടിൽ വാഹനമോടിച്ചും പരിചയമുണ്ട്. കുറ്റക്കാരനായ ഡ്രൈവർക്കെതിരെ അന്വേഷണം നടത്തണമെന്നും കർശനമായ നടപടി സ്വീകരിക്കണമെന്നും കോർപ്പറേഷൻ വ്യക്തമാക്കി. അതേസമയം അപകടത്തിന് കാരണം സർവീസ് റോഡ് ഒഴിവാക്കി അമിത വേഗത്തിൽ സഞ്ചരിച്ചതും ഡ്രൈവറുടെ പിഴവും ബസിന്റെ പഴകിയ ടയറുമാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഹൈവേ രൂപകൽപ്പനയിലെ പോരായ്മകളും അപകടത്തിന് കാരണമായി. അതേസമയം അതിർത്തി കടന്നെത്തുന്ന വാഹനങ്ങളിലെ ഡ്രൈവർമാർ ലഹരി ഉപയോഗിക്കുന്നത് പതിവാണെന്നും കർശനമായ പരിശോധന വേണമെന്നാണ് ഉയർന്ന ആവശ്യം. മരണപ്പെട്ട മുഴുവൻ പേരും കർണാടക സ്വദേശികളാണ്. മഞ്ചേശ്വരത്തെ ബന്ധുവീട്ടിൽ വന്ന് തിരികെ മടങ്ങുമ്പോഴാണ് അപകടം സംഭവിച്ചത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് തലപ്പാടിയിൽ ബസ് അപകടത്തിൽ 6 പേർ മരണപ്പെട്ട സംഭവത്തിൽ ബസ്സുകൾ തടഞ്ഞ നാട്ടുകാരുടെ പ്രതിഷേധം. അപകടത്തിന് കാരണം ഡ്രൈവറുടെ അശ്രദ്ധയും ടയർ തേഞ്ഞുപോയതാണെന്നുമുള്ള ആരോപണമുയർന്ന സാഹചര്യത്തിലായിരുന്നു നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. കാസർഗോഡ് തലപ്പാടിയിൽ കർണാടക SRTC ബസ് നിയന്ത്രണം തെറ്റി ബസ് കാത്തിരിക്കുന്നവരിലേക്ക് ഓട്ടോറിക്ഷയിലും ഇടിച്ചു കയറി 6 പേർ മരണപ്പെടുവാനും 2 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുവാനും ഇടയായ സംഭവത്തിൽ ശക്തമായി പ്രതിഷേധിച്ച് നാട്ടുകാർ. അപകടത്തിന് കാരണം ഡ്രൈവറുടെ അശ്രദ്ധയും ടയർ തേഞ്ഞുപോയതാണെന്നുമുള്ള ആരോപണമുയർന്ന സാഹചര്യത്തിൽ തലപ്പാടിയിൽ ബസ്സുകൾ നിർത്തി പരിശോധിച്ചായിരുന്നു ഇവരുടെ പ്രതിഷേധം. പരിശോധനയിൽ ഓടിത്തേഞ്ഞ ടയറുകളുള്ള ബസ്സുകൾ നാട്ടുകാർ തടഞ്ഞിടുകയും മറ്റ് ബസ്സുകളെ ഓടാൻ അനുവദിക്കുകയും ചെയ്തു. വിവരമറിഞ്ഞ് പോലീസും പിന്നാലെ മോട്ടോർ വാഹന വകുപ്പ് അധികൃതരും സ്ഥലത്തെത്തി. ഗതാഗതയോഗ്യമല്ലാത്ത ടയറുകളുള്ള ബസ്സുകളെ റോഡിലിറങ്ങുവാൻ അനുവദിക്കില്ലെന്ന് പ്രതിഷേധക്കാർ പോലീസിനെ അറിയിച്ചു. ഇതേ തുടർന്ന് മോട്ടോർ വാഹന വകുപ്പ് പരിശോധന നടത്തി അപാകതകൾ കണ്ടെത്തിയ ബസ്സുകൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നറിയിക്കുകയും ഇത്തരം ബസ്സുകളെ തിരിച്ചുവിടുകയും ചെയ്തു. ഇന്നലെ സംഭവിച്ച അപകടം അതിന്റെ മുഖ്യ കാരണം ഈ ടയർ ശരിക്കും ഇല്ലാത്തതാണ്. ബ്രേക്ക് അടിച്ച പാട് 3 തിരിഞ്ഞ് ആ വാഹനം അപകടമുണ്ടാക്കി 4-6 ജീവൻ നഷ്ടപ്പെട്ടു. ഈ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ആര് നഷ്ടപരിഹാരം നൽകും? ഒരു പബ്ലിക് കരിയർ ബസ് ഇത്തരത്തിൽ ഒരു ഉത്തരവാദിത്വമില്ലാത്ത രീതിയിൽ ജനങ്ങളെ കൊണ്ടുപോകുന്ന ഒരു വാഹനമായി മാറിയതിൽ വളരെയധികം ഖേദവും ദുഃഖവുമുണ്ട്. ഇവിടുത്തെ നാട്ടുകാരും പിന്നെ ഹൈവേ പോലീസും നിരവധി കർണാടക ബസ് പരിശോധിച്ചപ്പോൾ ടയർ പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലാണുള്ളത്. റിസോളൊക്കെ അളകിയിട്ടാണുള്ളത്. കേരള സർക്കാരിനോടും കേരള മോട്ടോർ വകുപ്പിനോടും പറയാനുള്ളത്, കാസർഗോഡിലേക്ക് സർവീസ് ചെയ്യുന്ന വാഹനത്തിന് പ്രത്യേകിച്ചിട്ട് മഴക്കാലമാണ്, ടയർ ശരിയില്ലാതാണ് സർവീസ് നടത്തിക്കൊള്ളുള്ളത്. പരിശോധന കർശനമാക്കിയിട്ട് ഈ ടയർ മാറ്റാനുള്ള നടപടി കേരള സർക്കാർ കാസർഗോഡ് മോട്ടോർ വാഹന വകുപ്പ് MVD ഇവർ ഇത് ശ്രദ്ധിച്ചിട്ട് ഇതിനൊക്കെ വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. ഇല്ലെങ്കിൽ ജനങ്ങളുടെ ജീവൻ അപകടത്തിലാകും. അശാസ്ത്രീയമായ രീതിയിലുള്ള ഈ റോഡ്, ഈ വളവിൽ ദേശീയപാതയുടെ ഇരുവശത്തുമുള്ള സർവീസ് റോഡുകൾ അത് ഒരു വാഹനത്തിന് പോലും കൃത്യമായി സഞ്ചരിക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ല ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതിന്റെ ഉത്തരവാദിത്വം NH നാഹി ഉൾപ്പെടെ ഏറ്റെടുത്തുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസം അപകടത്തിൽ മരണപ്പെട്ടുപോയ കുടുംബാംഗങ്ങളെ കൃത്യമായ രീതിയിലുള്ള പരിചരണം, അവരുടെ കുടുംബാംഗങ്ങൾക്ക് അത് ചെറിയ രീതിയിൽ അതിന് വേണ്ടുന്ന നഷ്ടപരിഹാരങ്ങൾ പൂർണ്ണമായിട്ടും ഉത്തരവാദിത്വം നാഷണൽ ഹൈവേ അതോറിറ്റിയും അതുപോലെ ഈ നിർമ്മാണ പ്രവൃത്തിയിൽ പെട്ടിട്ടുള്ള കരാർ കമ്പനിക്കാരും ഈടാക്കുന്നതിന് വേണ്ടുന്ന നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ബന്ധപ്പെട്ട ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്നുകൂടി ഈ വിഷയം ഞങ്ങൾ ബോധ്യപ്പെടുത്തുകയാണ് ഉത്തരവാദിത്തപ്പെട്ടവരെ. എല്ലാ ബസ്സുകളും ശരിയായ സാങ്കേതികാവസ്ഥയിൽ ഓടണമെന്നും ജീവന് ഭീഷണിയാകുന്ന തരത്തിൽ ഓടരുതെന്നും നാട്ടുകാർ ബസ് ഡ്രൈവർമാർക്കും കണ്ടക്ടർമാർക്കും മുന്നറിയിപ്പ് നൽകി. തലപ്പാടിയിൽ വ്യാഴാഴ്ച ഉച്ചയോടെയാണ് നാടിനെ ഞെട്ടിച്ച ബസ് അപകടമുണ്ടായത്. കാസർഗോഡ് നിന്നും മംഗളൂരിലേക്ക് പോകുകയായിരുന്ന കർണാടക SRTC ബസ് അമിത വേഗതയിലെത്തുകയും റോഡിൽ നിന്നും തെന്നി കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ബസ് കാത്തിരിക്കുന്നവരിലേക്കും പിറകിലുണ്ടായിരുന്ന ഓട്ടോയിലും ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തിൽ ഓട്ടോയിലുണ്ടായിരുന്ന 6 പേർ മരണപ്പെടുകയും കാത്തിരിപ്പ് കേന്ദ്രത്തിലുണ്ടായ 2 പേർക്ക് ബസ്സിനടിയിൽപ്പെട്ട് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ഡ്രൈവറുടെ അശ്രദ്ധയും അമിത വേഗതയുമാണ് അപകടത്തിന് കാരണമായതെന്ന് കർണാടക SRTC വ്യക്തമാക്കുകയും അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട്. കൃത്യമായ രീതിയിൽ മോട്ടോർ വാഹന വകുപ്പ് പരിശോധന നടത്താത്തതാണ് തേഞ്ഞ ടയറുകളും മറ്റ് അപാകതകളോടും കൂടി ബസ്സുകൾ ഓടുവാൻ കാരണമെന്നും ഇതാണ് ഇത്തരത്തിലുള്ള അപകടങ്ങളിലേക്ക് നയിക്കുന്നതെന്നുമുള്ള ആക്ഷേപം ശക്തമാണ്. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് NREG വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ പാണത്തൂർ പോസ്റ്റ് ഓഫീസിലേക്ക് തൊഴിലുറപ്പ് തൊഴിലാളി മാർച്ചും ധർണയും നടത്തി. CPIM കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അംഗം CJ സജിത്ത് ഉദ്ഘാടനം ചെയ്തു.
NREG വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ പാണത്തൂർ പോസ്റ്റ് ഓഫീസിലേക്ക് തൊഴിലുറപ്പ് തൊഴിലാളി മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. കാർഷിക മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന ഭൂവികസന പ്രവൃത്തികൾക്ക് വിലക്കേർപ്പെടുത്തിയ കേന്ദ്ര സർക്കാർ നിർദ്ദേശം പിൻവലിക്കുക, തൊഴിലുറപ്പ് നിയമം അനുശാസിക്കുന്ന തൊഴിലും കൂലിയും ലഭ്യമാക്കാൻ കേന്ദ്ര സർക്കാർ നടപടി സ്വീകരിക്കുക, കേരളത്തിനുള്ള ലേബർ ബഡ്ജറ്റ് വെട്ടിച്ചുരുക്കിയത് പുനഃസ്ഥാപിക്കുക, 10 കോടി തൊഴിൽ ദിനങ്ങൾ ലഭ്യമാക്കുക, കൂലി 600 രൂപയായും തൊഴിൽ ദിനങ്ങൾ 200ആയും വർദ്ധിപ്പിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങളുന്നയിച്ചായിരുന്നു മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. CPIM കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അംഗം CJ സജിത്ത് ഉദ്ഘാടനം ചെയ്തു. സാധന സാമഗ്രികളുടെ വില, അതുമായി ബന്ധപ്പെട്ട ഫണ്ട് കുടിശ്ശികയായി മാറുന്നു. അതോടൊപ്പം നമുക്കറിയാം, അശാസ്ത്രീയമായ ഹാജർ രീതി NMS പദ്ധതികൾ, ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ചെലവഴിക്കൽ പരിധിയുടെ ഭാഗമായി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ കൊണ്ടുവരുന്നു. അതിന്റെ ഭാഗമായി ബജറ്റ് വിഹിതത്തിൽ നിന്ന് അനുവദിക്കപ്പെട്ട ഫണ്ട് പോലും ചെലവഴിക്കാൻ കഴിയാത്ത പ്രതിസന്ധിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. അങ്ങനെ വ്യത്യസ്തമായ തരത്തിൽ ഈ രാജ്യത്തെ തൊഴിലുറപ്പ് പദ്ധതിയെ നിർത്തിവെക്കുന്നു എന്ന് പ്രഖ്യാപിക്കാതെ തന്നെ ആ പദ്ധതിയെ തകർക്കാൻ ആവശ്യമായ സമീപനം കേന്ദ്ര സർക്കാർ സ്വീകരിക്കുകയാണ്. ലത അധ്യക്ഷത വഹിച്ചു. പ്രസന്ന പ്രസാദ്, തമ്പാൻ, K കുഞ്ഞിക്കണ്ണൻ എന്നിവർ സംസാരിച്ചു. KP നിർമ്മല സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാണത്തൂർ. വലിയപൊയിൽ യങ് ഇന്ത്യൻസ് ലൈബ്രറിയുടെ അനിൽ നീലാംബരിയുടെ ചെറുകഥാ സമാഹാരത്തിന്റെ പുസ്തക പ്രകാശനം നടത്തി. കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ വെച്ചാണ് പുസ്തക പ്രകാശന ചടങ്ങ് നടത്തിയത്. വലിയപൊയിൽ യങ് ഇന്ത്യൻസ് ലൈബ്രറി അനിൽ നീലാംബരിയുടെ ചെറുകഥാ സമാഹാരമായ അനന്തരാമന്റെ പകലുറക്കങ്ങൾ പുസ്തക പ്രകാശനം നടന്നു. ഷിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ് പുസ്തക പ്രകാശനം നിർവഹിച്ചു. സിനിമാ താരം കണ്ണങ്കൈ കുഞ്ഞിരാമൻ പുസ്തകം ഏറ്റുവാങ്ങി. അപ്പോൾ ഇവിടെയുള്ള മറ്റ് പ്രവർത്തകരൊക്കെ കുറ്റം പറയാൻ പറ്റിയ സമയമാണ് ഒരു പുസ്തകമാണിത്. അവർ മറ്റുള്ളവർ ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇവിടെ മാഷിൻ്റെ പുസ്തകത്തിലൂടെ ഒരു വട്ടപ്രദക്ഷിണം വെച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ലോകം. കണ്ണൂർ സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ഖാദർ മാങ്ങാട അധ്യക്ഷത വഹിച്ചു. അധ്യാപികയായ പ്രിയ MK പുസ്തക പരിചയം നടത്തി. ആർട്ടിസ്റ്റ് രവീന്ദ്രൻ തൃക്കരിപ്പൂർ, വിനോദ് എരവിൽ, രാമകൃഷ്ണൻ മോനാച്ച, PV ജയരാജൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. അനിൽ നീലാംബരി മറുമൊഴി ഭാഷണം നടത്തി. പ്രിയേഷ് NV സ്വാഗതവും മധു പ്രതിയത നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കൺസ്യൂമർ ഫെഡ് സഹകരണത്തോടെ തൃക്കരിപ്പൂർ ഫാമേഴ്സ് ബാങ്ക് ഓണച്ചന്ത തുറന്നു. അരിയും വെളിച്ചെണ്ണയും ഉൾപ്പെടെയുള്ള 11 സബ്സിഡി സാധനങ്ങളും 11 മറ്റ് ഇനങ്ങളുമുള്ള നിത്യോപയോഗ സാധനങ്ങളുടെ കിറ്റുകളാണ് ഓണച്ചന്തയിൽ പ്രധാനമായും വിൽപ്പനയിലുള്ളത്. 750 റേഷൻ കാർഡ് ഉടമകൾക്ക് നൽകാനുള്ള കിറ്റുകളാണ് ഓണച്ചന്തയിൽ ആദ്യഘട്ടത്തിൽ ഒരുക്കിയിട്ടുള്ളത്. ഒരു റേഷൻ കാർഡിൽ 33 രൂപ നിരക്കിൽ 8 കിലോ അരിയും വെളിച്ചെണ്ണ ലിറ്ററിന് 339 രൂപ നിരക്കിലും ലഭിക്കും. തൃക്കരിപ്പൂർ ഫാർമേഴ്സ് ബാങ്കിന്റെ പുതിയ കെട്ടിടത്തിൽ ഓണച്ചന്ത തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ ഉദ്ഘാടനം ചെയ്തു. എല്ലാ കാലങ്ങളിലും ഓണത്തോടനുബന്ധിച്ച് കൺസ്യൂമർ ഫെഡിന്റെയും അതുപോലെ ബാങ്കിന്റെയും സഹകരണത്തോടുകൂടി വിപുലമായ രീതിയിൽ ഓണച്ചന്ത നടത്താറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തവണ കൺസ്യൂമർ ഫെഡിൻ്റെ ആഭിമുഖ്യത്തിൽ തന്നെ വളരെ വിപുലമായ രീതിയിൽ ഇവിടെ ഓണച്ചന്ത ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനകം തന്നെ അതിൻ്റെ പ്രൈസുകളൊക്കെ വ്യാപകമായ രീതിയിൽ പുതിയ റേറ്റും കാര്യങ്ങളൊക്കെ എല്ലാ സ്ഥലങ്ങളിലും വാട്സപ്പിൽ രൂപീകരിക്കാൻ തീർച്ചയായും ബാങ്ക് നടത്തുന്ന ഒരു കൺസ്യൂമർ ഫെഡ് ഒരു ഓണച്ചന്ത ആയതുകൊണ്ട് തന്നെ അത് നിലവാരമുള്ളത് തന്നെയാണ്. അതോടൊപ്പം തന്നെ എല്ലാ ആളുകൾക്കും സാധനം എത്തിക്കാൻ പറ്റുന്ന വിപുലമായ ഒരു ആസൂത്രണം ചെയ്തുകൊണ്ട് തീർച്ചയായും പാവപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഡിസ്കൗണ്ട് റേറ്റുള്ള സാധനങ്ങൾ ഓണത്തിൽ ലഭിക്കുന്നത് വളരെ ഗുണകരമാണ്. കാരണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങളുടെ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തരം ഒരു ആശ്വാസ പദ്ധതിയുമായി യഥാർത്ഥ ബാങ്ക് മുന്നോട്ട് വന്നിരിക്കുന്നത്. ബാങ്ക് പ്രസിഡന്റ് VV വിജയൻ അധ്യക്ഷത വഹിച്ചു. മാനേജിംഗ് ഡയറക്ടർ സേതുമാധവൻ, ബാങ്ക് വൈസ് പ്രസിഡന്റ് LK യൂസഫ്, ഡയറക്ടർമാരായ P സുബ്രഹ്മണ്യൻ, VK ബീന, ചീഫ് അക്കൗണ്ടന്റ്
കെ രാജീവൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കാഞ്ഞങ്ങാട് സഹകരണ അർബൻ സൊസൈറ്റി കൺസ്യൂമർ ഫെഡുമായി സഹകരിച്ചുകൊണ്ട് ഓണം വിപണിയുടെ ഉദ്ഘാടനം സംഘടിപ്പിച്ചു. സംഘത്തിന്റെ പടന്നക്കാട് ബ്രാഞ്ചിൽ അസിസ്റ്റന്റ് രജിസ്ട്രാർ ലോഹിതാക്ഷൻ ഉദ്ഘാടനം നിർവഹിച്ചു. കാഞ്ഞങ്ങാട് സഹകരണ അർബൻ സൊസൈറ്റി കൺസ്യൂമർ ഫെഡുമായി സഹകരിച്ചുകൊണ്ട് ഓണം വിപണിയുടെ ഉദ്ഘാടനം നടന്നു. സംഘത്തിന്റെ പടന്നക്കാട് ബ്രാഞ്ചിൽ അസിസ്റ്റന്റ് രജിസ്ട്രാർ ലോഹിതാക്ഷൻ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രദേശത്തുള്ള ജനങ്ങൾക്ക് ഈ ഉത്സവ ചന്ത അനുഭവ വേദ്യമാക്കിയ നമ്മുടെ കാഞ്ഞങ്ങാട് അർബൻ സഹകരണ സൊസൈറ്റിയുടെ ഭരണസമിതിയുടെ ജീവനക്കാരോടുള്ള നന്ദി ആദ്യമായി അറിയിക്കുകയാണ്. കാരണം ഇതുവരെ ഈ ഭാഗത്ത് എന്താണ് ഓണച്ചന്ത, എന്താണ് അതിൻ്റെ നേട്ടം എന്നറിയാത്ത ആളുകളായിരിക്കാം ഉണ്ടായിരിക്കും. കാരണം അവർക്ക് സാധനങ്ങൾ വേറെ വിടുന്നത്, അതായത് ദൂരം പോയി വാങ്ങിക്കാൻ മെനക്കെടാൻ പറ്റില്ല. അപ്പോൾ അത്ര അടുത്ത് കൊടുക്കണം എന്നുള്ള ഗവൺമെൻറ് ഉദ്ദേശം അവരതിനെ നടപ്പിലാക്കി എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത്. നമുക്കറിയാം, കേരളത്തിലുടനീളം 1800ഓളം ഓണച്ചന്തകളാണ് ഈ സമയത്തുള്ളത്. സംഘം പ്രസിഡന്റ് പി കമലാക്ഷ അധ്യക്ഷത വഹിച്ചു. വാർഡ് കൗൺസിലർ ഹസീന റസാഖ് ആദ്യ വിൽപ്പന നടത്തി. സംഘം സെക്രട്ടറി പി ശോഭ സ്വാഗതവും വൈസ് പ്രസിഡന്റ് കെ പി ബാലകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ഡയറക്ടർമാരായ എം കുഞ്ഞികൃഷ്ണൻ, എം ഷംസുദ്ദീൻ, മൊയ്തു, കെ ശ്രീദേവി, അഡ്വക്കേറ്റ് നവനീത മാവില, ഹോസ്ദുർഗ ബാങ്ക് ഡയറക്ടർ ടി കുഞ്ഞികൃഷ്ണൻ, CMP ജില്ലാ സെക്രട്ടറി CV തമ്പാൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള സീനിയർ സിറ്റിസൺ ഫോറം പുതുക്കൈ യൂണിറ്റ് ഓണാഘോഷവും കുടുംബസംഗമവും സംഘടിപ്പിച്ചു. പുതുക്കൈ ഗവൺമെന്റ് UP സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ജില്ലാ സെക്രട്ടറി കെ സുകുമാരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കേരള സീനിയർ സിറ്റിസൺ ഫോറം പുതുക്കൈ യൂണിറ്റ് ഓണാഘോഷവും കുടുംബസംഗമവും പുതുക്കൈ ഗവൺമെന്റ് UP സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി കെ സുകുമാരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ യോഗം വിളിച്ചാലും സീനിയർ സിറ്റിസൺ ഫോറത്തിന് ആളുകൾക്ക് ഒരു ക്ഷാമവുമില്ല. കാരണം വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന, താഴെ കൂലിപ്പണിയെടുക്കുന്ന, ഒരു പണിയുമില്ലാത്തവൻ മുതൽ അണ്ടർ സെക്രട്ടറി വരെ പ്രവർത്തിക്കുന്ന ആളുകൾ, എല്ലാ മേഖലയിൽ പ്രവർത്തിക്കുന്നവരും നല്ല മനസ്സുള്ളവർ ഈ സംഘടനയോടൊപ്പമുണ്ട്. അതെന്തുകൊണ്ടെന്നാൽ ഈ സംഘടനയുടെ ശരിയായ അർത്ഥത്തിൽ പ്രവർത്തിക്കുമ്പോൾ അത് സാന്ത്വനമാണ്, കാരുണ്യമാണ്, മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കലാണ്. അതിന് സന്മനസ്സുള്ള ഓരോരുത്തരും കേരള സീനിയർ സിറ്റിസൺ ഫോറത്തിന്റെ പ്രവർത്തകരായി വരുന്നു. യൂണിറ്റ് പ്രസിഡന്റ് കെ കുഞ്ഞിക്കണ്ണൻ നായർ അധ്യക്ഷത വഹിച്ചു. വാർഡ് കൗൺസിലർ കെ രവീന്ദ്രൻ മുഖ്യാതിഥിയായി. നീലേശ്വരം മുനിസിപ്പൽ സെക്രട്ടറി പ്രകാശൻ കൊട്ടറ, യൂണിറ്റ് വൈസ് പ്രസിഡന്റ് നാരായണൻ മാസ്റ്റർ, ട്രഷറർ എ കരുണാകരൻ, വി ഗംഗാധരൻ, കെ വി ശാന്ത, ടി സരോജിനി എന്നിവർ സംസാരിച്ചു. യൂണിറ്റ് സെക്രട്ടറി MV വിജയൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി CV രാമചന്ദ്രൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, നീലേശ്വരം. സ്കൂൾ വികസന ഫണ്ട് കണ്ടെത്താൻ കുഞ്ഞു കൈയിലേക്ക് ഒരു പച്ചപ്പ് എന്ന പേരിൽ നൂതന പദ്ധതി GM UP സ്കൂൾ പള്ളിക്കരയിൽ നടപ്പിലാക്കി അജാനൂർ ലയൺസ് ക്ലബ്ബും ഉമ്മൻചാണ്ടി സാംസ്കാരിക സമിതിയും. ലയൺസ് ക്ലബ്ബ് റീജിയണൽ ചെയർപേഴ്സൺ സുകുമാരൻ പൂച്ചക്കാട് വാഴക്കന്ന് വിതരണോദ്ഘാടനം നടത്തി. സ്കൂൾ വികസന ഫണ്ട് കണ്ടെത്താൻ കുഞ്ഞു കൈയിലേക്ക് ഒരു പച്ചപ്പ് എന്ന പേരിൽ നൂതന പദ്ധതി GM UP സ്കൂൾ പള്ളിക്കരയിൽ നടപ്പിലാക്കി അജാനൂർ ലയൺസ് ക്ലബ്ബും ഉമ്മൻചാണ്ടി സാംസ്കാരിക സമിതിയും. 100 വീട്ടുകാർക്ക് 3 വീതം നേന്ത്രവാഴ കന്ന് നൽകി. വിളവെടുക്കുമ്പോൾ 2 വാഴക്കുല വിദ്യാലയത്തിന് നൽകണം. 1 വാഴക്കുല വീട്ടുകാർക്കും എന്നതാണ് പദ്ധതി. ലയൺസ് ക്ലബ്ബ് റീജിയണൽ ചെയർപേഴ്സൺ സുകുമാരൻ പൂച്ചക്കാട് വാഴക്കന്ന് വിതരണോദ്ഘാടനം നടത്തി. ഏറ്റവും നല്ലൊരു പദ്ധതി നടപ്പിലാക്കണം. ഈ പണം
അജാനൂർ ലയൺസ് ക്ലബ് പ്രസിഡന്റ് CM കുഞ്ഞബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് ഇർഷാദ് തെക്കുപുറം, ഹെഡ്മാസ്റ്റർ K ഹരിദാസ്, ഉമ്മൻചാണ്ടി സാംസ്കാരിക സമിതി കൺവീനർ കണ്ണൻ കരുവാക്കോട്, ജെയ്സൺ തോമസ്, PTA പ്രസിഡന്റ് ഇർഷാദ് തെക്കുപുറം, ഹെഡ്മാസ്റ്റർ K ഹരിദാസ്, ഉമ്മൻചാണ്ടി സാംസ്കാരിക സമിതി കൺവീനർ കണ്ണൻ കരുവാക്കോട്, ജെയ്സൺ തോമസ്, നൌഷാദ് പൂച്ചക്കാട്, സതീഷ് PK, ഗഫൂർ ഷാഫി, KV ജിജി, സ്റ്റാഫ് സെക്രട്ടറി സമീർ KP എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വേലാശ്വരം ഗവൺമെന്റ് UP സ്കൂളിൽ ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചു. മെഗാ തിരുവാതിരയും അരങ്ങേറി. വേലാശ്വരം ഗവൺമെന്റ് UP സ്കൂൾ ഓണാഘോഷ പരിപാടികൾ വിവിധ പരിപാടികളോടെയാണ് നടന്നത്. അധ്യാപികമാരും വിദ്യാർത്ഥിനികളും അവതരിപ്പിച്ച മെഗാ തിരുവാതിര ശ്രദ്ധേയമായി. ഓണാഘോഷ പരിപാടികളുടെ ഭാഗമായി പൊട്ടാറ്റോ ഗാദറിംഗ്, ലെമൺ ദ സ്പൂൺ റൈസ്, കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ, മ്യൂസിക്കൽ ചെയർ തുടങ്ങി രസകരമായ വിവിധ മത്സരങ്ങൾ നടന്നു. ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ എത്തിയ മാവേലിയുടെ എഴുന്നള്ളത്തും ഏറെ ശ്രദ്ധേയമായി. വിഭവസമൃദ്ധമായ ഓണസദ്യയും നൽകി. ന്യൂസ് ബ്യൂറോ, വേലാശ്വരം. മടിയൻ GLP സ്കൂളിലെ ശതാബ്ദി ആഘോഷത്തിന് സമാപനമായി. വിവിധ കലാപരിപാടികൾ ശ്രദ്ധേയമായി. മടിയൻ GLP സ്കൂളിലെ ശതാബ്ദി ആഘോഷങ്ങൾക്ക് സമാപനമായി. സമാപന പരിപാടി കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MK വിജയൻ ഉദ്ഘാടനം ചെയ്തു. മടിയൻ സ്കൂളിൻ്റെ 100ാമത് വാർഷിക പരിപാടിയുടെ ഒരു വർഷം നീണ്ടുനിന്ന പരിപാടിയുടെ സമാപന പരിപാടിയാണ് ഇന്നിപ്പോൾ ഇവിടെ നടന്നു വരുന്നത്. കഴിഞ്ഞ ഒരു വർഷക്കാലമായി നിരവധിയായിട്ടുള്ള പരിപാടികൾ ഈ സ്കൂളിനകത്ത് നടന്നിട്ടുണ്ട്. അതിൻ്റെ സമാപന പരിപാടിയാണ് ഇന്നിപ്പോൾ ഇവിടെ നടന്നു വരുന്നത്. 100 വർഷം എന്ന് പറയുന്നത് ചെറിയ വർഷമല്ല. നമ്മുടെ നാടിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലുള്ള ഒരു പ്രധാനപ്പെട്ട സ്കൂളാണ് മടിയൻ സ്കൂൾ. അജാനൂർ ഗ്രാമപഞ്ചായത്ത് ചെയർപേഴ്സൺ T ശോഭ അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ ജ്യോതി ബസു സ്വാഗതം പറഞ്ഞു. ഷീബ ഉമ്മർ, കുഞ്ഞാമിന, A ദാമോദരൻ, ലക്ഷ്മി തമ്പാൻ, V കമാരൻ, മുബാറക് ഹസൈനാർ ഹാജി, PK അസീസ്, സതീശൻ പാലക്കി, ശ്രീജിത്ത് മടിയൻ, ശ്രീനിവാസൻ മടിയൻ, ഗംഗാധരൻ B, AV ബാലൻ തുടങ്ങിയവർ സംസാരിച്ചു. CV തമ്പാൻ നന്ദി അർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ ഏറെ ശ്രദ്ധേയമായി. ചടങ്ങിൽ വെച്ച് SLC+2 വിജയികൾക്കുള്ള അനുമോദനവും നടന്നു. തുടർന്ന് സ്വരരാഗ് ഓർക്കസ്ട്ര പയ്യന്നൂരിന്റെ മെഗാ ഹിറ്റ് ഗാനമേളയും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രമുഖ IT വിദ്യാഭ്യാസ സ്ഥാപനമായ ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ കാഞ്ഞങ്ങാട് ഉദ്യോഗാർത്ഥികൾക്കായി സൗജന്യ തൊഴിൽ മേള സംഘടിപ്പിച്ചു. ജിടെക് കാഞ്ഞങ്ങാട് സെന്ററിൽ വെച്ച് നടന്ന ജോബ് ഫെയറിൽ 19 കമ്പനികൾ പങ്കെടുത്തു. ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ കാഞ്ഞങ്ങാട് ഉദ്യോഗാർത്ഥികൾക്കായി സൗജന്യ തൊഴിൽ മേള സംഘടിപ്പിച്ചു. ജിടെക് കാഞ്ഞങ്ങാട് സെന്ററിൽ വെച്ച് നടന്ന ജോബ് ഫെയറിൽ 19 കമ്പനികൾ പങ്കെടുത്തു. 300-ലധികം തൊഴിലവസരങ്ങളിലേക്ക് കമ്പനികൾ ഇന്റർവ്യൂ നടത്തി. 500ഓളം ഉദ്യോഗാർത്ഥികൾ തൊഴിൽമേളയിൽ പങ്കെടുത്തു. തൊഴിൽമേളയുടെ ഉദ്ഘാടനം കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് M വിജയൻ നിർവഹിച്ചു. എന്തായാലും നമ്മുടെ തൊഴിലപേക്ഷകരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ് നമ്മളെല്ലാ കമ്പനികളും ചെയ്തു വരുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ സെൻ്റർ ഉണ്ടെങ്കിൽ നമ്മുടെ ജില്ലയിൽ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിലൊന്നാണ്. അതോടൊപ്പം തന്നെ നാഷണൽ ലെവലിൽ കൂടി പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിലൊന്നാണ് ജിടെക്. അപ്പോൾ എന്തായാലും ഇങ്ങനൊരു പരിപാടി, ഇങ്ങനൊരു സംരംഭം വെച്ചതിന് എന്തായാലും ഈ ഡോക്ടർ ബസ്സിനെ എന്തായാലും അഭിനന്ദിക്കുകയാണ്. ഇപ്പോൾ കേരളത്തിലെ ഗവൺമെൻറ് തന്നെ ഇങ്ങനൊരു തീരുമാനമെടുത്തു. ഇപ്പോൾ ഓണത്തിന് തന്നെ ഒരു പഞ്ചായത്ത് 100 തൊഴിൽ ദിനങ്ങൾ വിജ്ഞാന കേരളം എന്നൊരു പദ്ധതി തന്നെ ആരംഭിച്ചു. അപ്പോൾ സർക്കാരിൻ്റെയും അല്ലാതെയും പൊതുസ്ഥാപനങ്ങളെല്ലാവരും ഒരു 100 പേർക്ക് തൊഴിൽ കൊടുക്കാൻ വരുന്നൊരു നൂതനമായിട്ടുള്ളൊരു പ്രവർത്തനമാണ് ഇപ്പോൾ കേരളത്തിൻ്റെ വിജ്ഞാന കേരളം പദ്ധതി എന്ന പേരിൽ തീരുമാനിച്ചത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത്, കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ 5 പഞ്ചായത്തിനകത്തും ഓണത്തിന് മുമ്പിലായുള്ള ജോബ് ഫെസ്റ്റ് നടന്നു വരികയാണ്. സുനീഷ് കുമാർ സ്വാഗതം പറഞ്ഞു. ജിടെക് മാനേജിംഗ് ഡയറക്ടർ രമേശ് D അധ്യക്ഷത വഹിച്ചു. 11 ഉദ്യോഗാർത്ഥികൾക്ക് കമ്പനികൾ വിവിധ ഒഴിവുകളിലേക്ക് നേരിട്ട് നിയമനം നൽകി. 161 ഉദ്യോഗാർത്ഥികളെ അടുത്ത സെലക്ഷൻ ഇന്റർവ്യൂവിലേക്ക് ഷോർട്ട് ലിസ്റ്റിൽ ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുലിഭീതിയിൽ പെരിയയിലെ മധുരക്കാട് പ്രദേശം. ജനവാസ മേഖലയിൽ പുലിയിറങ്ങുന്നത് പതിവാകുന്നതോടെ കടുത്ത ആശങ്കയിലാണ് നാട്ടുകാർ. നിരീക്ഷണ ക്യാമറകളും കൂടുകളും സ്ഥാപിച്ച് പുലിയെ പിടികൂടണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം.
കാസർഗോഡ് തലപ്പാടിയിൽ കർണാടക RTC ബസ് അപകടം. ഡ്രൈവറുടെ അശ്രദ്ധയും അമിത വേഗതയുമെന്ന് പ്രാഥമിക റിപ്പോർട്ട്. പരിക്കേറ്റവർക്ക് ചികിത്സാ സഹായം നൽകും. ഡ്രൈവർക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ച കർണാടക RTC. കാസർഗോഡ് തലപ്പാടിയിൽ ബസ് അപകടത്തിൽ 6 പേർ മരണപ്പെട്ട സംഭവത്തിൽ ബസ്സുകൾ തടഞ്ഞ നാട്ടുകാരുടെ പ്രതിഷേധം. അപകടത്തിന് കാരണം ഡ്രൈവറുടെ അശ്രദ്ധയും ടയർ തേഞ്ഞുപോയതാണെന്നുമുള്ള ആരോപണമുയർന്ന സാഹചര്യത്തിലായിരുന്നു നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച NREG വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ പാണത്തൂർ പോസ്റ്റ് ഓഫീസിലേക്ക് തൊഴിലുറപ്പ് തൊഴിലാളി മാർച്ചും ധർണയും നടത്തി. CPM കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അംഗം CJ സജിത് ഉദ്ഘാടനം ചെയ്തു. കാർഷിക മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന പ്രവൃത്തികൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയ കേന്ദ്ര സർക്കാർ നിർദ്ദേശം പിൻവലിക്കണമെന്നാവശ്യം. NREG വർക്കേഴ്സ് യൂണിയൻ അജാനൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെള്ളിക്കോത്ത് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ജലസേചന വകുപ്പിന്റെ കീഴിൽ വരുന്ന വിവിധ കേന്ദ്രങ്ങളിൽ സേവനമനുഷ്ഠിക്കുന്നവരും മുൻകാലങ്ങളിൽ ജില്ലയിൽ ജോലി ചെയ്ത സ്ഥലം മാറിപ്പോയവരുടെയും വിരമിച്ച ജീവനക്കാരുടെയും മഹാസംഗമം കാഞ്ഞങ്ങാട്ട് നടന്നു. മൈനർ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ലാലി ജോർജ് ഉദ്ഘാടനം ചെയ്തു. ഓണാഘോഷം നടത്തി കാഞ്ഞങ്ങാട് നഗരസഭ. കലാകായിക മത്സരങ്ങൾ ശ്രദ്ധേയമായി. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.